How's Hambi? It's really, really special. Special. ഒരു വലിയ കഥയുടെ അവസാനം പോലെ ഹംപി യാത്രയുടെ അവസാന എപ്പിസോഡ്. ഒരു യാത്രയിൽ ഇത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു കൂട്ടം ആളുകൾ പിരിയുന്ന നിമിഷം കൂടി. ആ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, നമസ്കാരം. ആസൂസ് ആണ്. നമ്മുടെ ഹംപി യാത്രയുടെ 4ാമത്തെയും ഏറ്റവും അവസാനത്തെയും എപ്പിസോഡ്. ഇതിന് മുന്നത്തെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് അടക്കുകയാണ്. ഒരുപാട് പേര് കഥകൾ പറയാൻ നമ്മുടെ ഒപ്പമുണ്ട്. ഇവരൊക്കെ അവിടുത്തെ കഥകൾ പറഞ്ഞു തരുമ്പോൾ ഇൻസ്പിറേഷനായിട്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോയി അവിടെ ഈ ഒരു സംസ്കാരം കാണുന്നുണ്ട്. വിശ്വാസം എന്താണെങ്കിലും അത് വിജയിക്കട്ടെ എന്ന് മാത്രം. നല്ല ചോറ്, അതിലേക്കൊരു സാമ്പാർ, മോര് കൂട്ടി കഴിക്കുന്ന ഒരുപാട് പേര്. ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതെല്ലാം കഴിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറി പോവുകയാണ്. അവിടെ 2-3 പാറകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുറച്ച് ദൂരം കുറച്ച് കോട്ടയുടെ കണ്ടോ, മുഗൾ ശാസ്ത്രപ്രകാരം ഉണ്ടാക്കിയ കോട്ട. അതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ ചെരുപ്പ് ആരും ഇടുന്നില്ല, ചെരുപ്പ് അതിനുള്ളിലേക്ക് അലൗഡല്ല. നിങ്ങൾ കണ്ട് ഈ പാറകളൊക്കെ അടുക്കി വെച്ച പോലെയാണ് ഹംപി എന്ന് പറയുന്നത്. ഹംപിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി കണ്ടതും അതൊന്ന് തന്നെയാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ പാറയുടെ ഉള്ളിലേക്കാണ്. അധികം ഹൈറ്റില്ലാത്ത പാറ, അതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇല ഇട്ടു എന്നുള്ളൂ, അവരുടേതായ ഫുഡുകളാണ്. താളി തന്നെ, പക്ഷേ അച്ചാറൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു അവിടുത്തെ. നമ്മുടെ ബിജു സാറ് പുതിയ കോമ്പിനേഷനൊക്കെ കാണിക്കുന്നുണ്ട്, മോര് വിത്ത് പപ്പടം. ഇനി നമ്മൾ പ്രധാനമായിട്ടും അവിടുത്തെ ഗ്രാമങ്ങൾ, തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇവിടുത്തെ കൾച്ചറും നമ്മുടെ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഓരോ വീടും എങ്ങനെയാണെന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ കോട്ട പോലത്തെ ഒരു ഇത് കണ്ടു. ഈ കോട്ട കാണാൻ പോയപ്പോഴാണ് നമുക്ക് ശൗചാലയത്തിൻ്റെ ആവശ്യം അവിടെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നല്ല പോലെ കീപ്പിട്ട് നോക്കേണ്ട ഒരവസ്ഥ അവിടെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് അധികം കാണിക്കാതിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കോട്ടയും ഭയങ്കര രസമുണ്ട്. കോട്ടയല്ല, ഒരു കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചത്, അടിപൊളിയാണ്. അവിടെ നിന്നുള്ള സീയും വ്യൂ അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം ചാടിക്കടന്ന് ഞങ്ങളൊരു കല്യാണ പന്തലിലേക്ക് എത്തി. അവിടെ നാളെയോ മറ്റന്നാളോ നടക്കാനുള്ളൊരു കല്യാണ പന്തലിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ. ആ ഗ്രാമത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, കോലം വരച്ചിരിക്കുന്നൊരു വീട്, അവിടുത്തെ 2 കുട്ടികളാണ്. ചെയറൊക്കെ ബാക്കിൽ ഇറക്കിയിട്ടിട്ട് ഉള്ളിയൊക്കെ ഇറക്കിയിട്ട് അവർ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ്. അസ്തമയത്തിന് ഇവിടെ ഏറ്റവും പോപ്പുലറാണ് ഈ ഒരു സ്ഥലം. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ സൂര്യാസ്തമയത്തിലേക്ക് കടക്കാം. ഇവരാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ, ഞങ്ങളുടെ മുത്തുമണി. ഒരുപാട് ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ട് ഈ യാത്രയുടെ. ഇവൻ ഒരുപാട് ക്രിയേഷൻസ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ദർശനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെയും ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ഓരോ ചുമരിനും ഓരോ കഥ പറയാനുണ്ടെന്ന, ഓരോന്ന് കൊത്തി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണ് മിഴിച്ചിരുന്ന് പോവും. കാരണം അത്രയും 500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവർ ഇത്രത്തോളം കലാപരമായിട്ട് നമ്മുടെ ഇന്ത്യ എത്രത്തോളം ഉന്നമതിയിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ എവിടേക്കും പോകണ്ട, ഹംപിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. ഓരോ ചുമരിനും ഓരോ കല്ലിനും ഓരോ കഥകൾ പറയാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിത് ഈ ഒരു അസ്തമയം സൂര്യനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് എൻട്രി ആയി. ഇവിടെയും പാറക്കെട്ട് തന്നെയാണ്. ഈ പാറക്കെട്ടിന് മുകളിൽ ഇരുന്നിട്ടാണ് നമ്മളിത് കാണേണ്ടത്. അതിനിടയിൽ ഞങ്ങളിൽ ഒരാളുടെ മൊബൈൽ പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോയി. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്ന് കുറച്ച് നല്ല താഴ്ചയിൽ നിന്ന് തന്നെ ആ മൊബൈൽ ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റി. കണ്ടോ, അവൻ നിൽക്കുന്നത് അത്രയും താഴ്ചയിലാണ്. മൊബൈലിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഞങ്ങളിത് സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടി തന്നെയാണ്. സംഭവം നമ്മൾ കടലിൽ മായുന്ന പോലെ അല്ലെങ്കിലും പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇവരെ പരിചയപ്പെടാൻ പറ്റിയത്. How's Hambi? It's really, really special. Special.
ഹംപിയെക്കുറിച്ച് വരുന്നവർക്ക് ഇതാണ് പറയാനുള്ളത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ആളുകൾ അങ്ങോട്ട് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം. അങ്ങനെ ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ആ പോകുന്നതിനിടയിൽ അവിടെ ഒരു പാർക്കുണ്ടെന്ന് അറിഞ്ഞു. ഒരാൾക്ക് 30 രൂപ കൊടുത്ത് ഞങ്ങൾ ഈ പാർക്കിനകത്തേക്ക് കയറി ചെല്ലുന്നത് നല്ല വൈബാണ്. നമ്മുടെ നാട്ടിലുള്ള പാർക്ക് പോലെ തന്നെയാണെങ്കിലും നമ്മുടെ മഹാത്മജി തന്നെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഞാൻ വിചാരിച്ചു അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, പൊതുവെ ആ ഏരിയ അങ്ങനെയല്ല. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഫാമിലീസ് എല്ലാം നൈറ്റായിട്ട് പോലും ഇതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെയുള്ള വാട്ടർ ഡാൻസ് വളരെ പോപ്പുലറാണെന്നുള്ളതാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. സംഭവം നമ്മൾ മൈസൂരൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ സുന്ദരമായിട്ട് ഭംഗിയായിട്ട് ഓരോ പാട്ടിന് താളം വയ്ക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ബേബിച്ചനും ഞാനൊക്കെ. ഒന്നുമില്ല, ആളുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, നമ്മുടെ നിമിഷങ്ങളെ നമ്മൾ ഏറ്റവും സുന്ദരമാക്കാൻ ശ്രമിക്കുക. അത് ഞാൻ ഏറ്റവും ക്വാളിറ്റി കണ്ട് നമ്മളെ കൂടെ നടക്കുന്ന ബേബിച്ചൻ തന്നെയാണ്. അവിടെ അപ്പുറത്ത് ആൾ നോക്കേണ്ടോ കാര്യങ്ങളൊന്നുമില്ല, നിമിഷങ്ങളെ സന്തോഷമാക്കാൻ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ചരിത്രത്തെ അവർ വളരെ വ്യക്തമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. രസകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വെർത്ത് അവർ തിരിച്ചു നൽകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പാർക്കും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്ത് തന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൻ്റെ അവസ്ഥ കണ്ടു നോക്കിയാണ്. അതും കല്ലുകൾ കൊണ്ടാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കല്ലുകളിലും അവരിപ്പോഴും കലാവിരുത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ സ്വാഗതാർഹം. കാരണം അവിടെ എത്തുന്നവർക്ക്, രാവിലെ ഇറങ്ങുന്നവർക്ക് തന്നെ ആ ഒരു ഫീല് കിട്ടുമല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. ചരിത്രങ്ങൾ അവർ വീണ്ടും അവിടെ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വിടവാങ്ങാൻ തയ്യാറാവുകയാണ്. രാത്രിയാണ് നമുക്ക് അവിടെ നിന്നുള്ള ട്രെയിന് മൈസൂരിൽ നിന്ന് അവൻ്റെ നാട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ സിസ്റ്റം. 2 ദിവസം ഒരുമിച്ച് നിന്ന ഒരുപാട് പേർ, പല കോണിൽ നിന്ന്, പല ദിക്കിൽ നിന്ന്, പല സാഹചര്യത്തിൽ നിന്ന് ഒരുമിച്ച് കൂടിയവർക്ക് രാത്രി ചില ട്രെയിനിൽ നിന്ന് ചില ഭാഗത്തു നിന്ന് പോകുന്നവരുണ്ട്. അവരോടുള്ള യാത്ര പറച്ചിലുകളാണ് ഈ കാണുന്നത്. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. നമ്മളങ്ങോട്ട് എത്തിപ്പെട്ടവരാവില്ല തിരിച്ച് വരിക. ഒരുപാട് പേര് ഈ ഒരു യാത്രയ്ക്ക് സഫാരിയൻസ് നിസ്സംശയം പ്രയത്നിച്ചവരുണ്ട്. ഇത്രയും ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ എത്രത്തോളം റിസ്ക് ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രയത്നിച്ചവർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. കെ ബിജു സർ, നാസർ മാഷ്, അങ്ങനെ സഫാരിയൻസിൻ്റെ ഒട്ടുമിക്ക മുത്തുമണികളും പൊന്നാണ്. അവരൊന്നില്ലെങ്കിൽ ഈ യാത്ര സഫലമാവില്ല. കാരണം ഈ ഹംപി എന്ന് പറഞ്ഞ പ്രദേശം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതെ, ഇവരാണ് അവർ. എല്ലാവർക്കും ഓരോ കഥകൾ ജീവിതത്തിലുണ്ട്. പക്ഷേ ഈ 2-3 ദിവസം ആ കഥകളെല്ലാം മറച്ചു വെച്ച് അവരൊന്നാവുകയാണ്. പലരും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് സഫാരിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ നമ്പർ എനിക്ക് PM ആയിട്ട് ചെയ്യുക, ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് നന്ദി സഫാരിയൻസ്. ഈ ഒരു 2-3 ദിവസം എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു ഹംപി, അത്രമാത്രം. ഇനി അടുത്ത വാരത്തിൽ വീഡിയോ കാണാം കേട്ടോ.